അനുഗ്രഹിക്കപ്പെട്ട പ്രിയ മക്കളെ, ഇനി നിങ്ങളുമായി പങ്കിടുന്ന ഒരു ദൈവവചനമാണ്. വചനം ഇപ്രകാരം പറയുന്നു: എപ്പോഴും സന്തോഷിപ്പിൻ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16-ാം വചനം. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് പ്രത്യാശിക്കുന്നു. ഈ വചനത്തിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. എത്ര ദുഃഖത്തിലും കഠിനമായ പ്രയാസങ്ങളിലും കഷ്ടപ്പാടിലും വേദനകളിലും സന്തോഷമായിരിക്കുക. അന്നേരം നല്ല കാലം നമുക്കുണ്ടാവും. അതുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നമ്മൾ പഠിക്കുക. ഇതിനർത്ഥം സന്തോഷമുള്ളിടത്ത് ദൈവാനുഗ്രഹം ഉണ്ടാവും. എല്ലാ കാര്യത്തിനും ദുഃഖവും നിരാശയുമായിട്ടിരുന്നാൽ ഉള്ള സുഖങ്ങളെ പോകും. ഇനി ഒരു ഗാനം കേൾക്കാം. അനുഗ്രഹത്തിനധിപതിയെ അനന്തകൃപ തരുന്ന അനുദിനം നിൻ പദംഗതിയെ അടിയാനു നിൻ കൃപ മതി. എൻ്റെ ദൈവം മഹത്വത്തിൽ യാത്രവാനായി തീരും. സാധു ഞാനീ ശോണിതന്നെ പേശിപ്പാൻ ഏതും കാര്യമില്ല എൻ്റെ ഉള്ളം ചൊല്ലും. വൈഷമ്യമുള്ളേതു കുന്നു കരകേറി നടവു. രക്ഷകനൻ കാലുകൾക്കു തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോയോടിരുന്നു. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു. മാനസത്തിലതിപൂർത്തിപ്പാൻ എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഘമായി ഇപ്പോഴവർ ദൈവമുമ്പിൽ സേവയായി. ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാൽ എന്നെ ഓർത്തു ദൈവദൂതർ വന്നിടും. ഏറ്റം സ്നേഹച്ചൂടോടപ്പവുമായി വന്നിടും. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം പരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. കാക്കകളെ വിചാരിപ്പീൻ, വിതയില്ല, കൊയ്ത്തുമില്ല. ദൈവമാവയ്ക്കായി വേണ്ടതെല്ലാം നൽകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കു അവൻ ശോഭ നൽകുന്നു. പത്മദ്വീപിൽ ഏകനായി ഞാൻ വസിച്ചാൽ സ്വർഗം തുറന്നെൻ്റെ പ്രിയൻ വന്നിടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.